വീട്ടില് സ്വർണം വെച്ചിട്ട് നാട്ടില് തേടി നടപ്പൂ. ഇന്ത്യക്കാർ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് 2% മാത്രം. ഇന്ത്യയിലെ സ്വർണത്തോടുള്ള ബന്ധം വെറും സാമ്പത്തിക നിക്ഷേപത്തിനുപുറം ആഴമേറിയ സാംസ്കാരികവും വൈകാരികവുമായ പ്രാധാന്യം വഹിക്കുന്നു. വിവാഹങ്ങൾ, ഉത്സവങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയിൽ സ്വർണം അവിഭാജ്യ ഘടകമാണ്. യുബിഎസിന്റെ വാക്കുകളിൽ, ഇന്ത്യൻ വീടുകൾ സ്വർണത്തോട് വൈകാരികമായി മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്, അവർ അതിലൂടെ കൂടുതൽ സമ്പന്നരാകുന്നു. ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും സാമ്പത്തിക പിരിമുറുക്കങ്ങളും നിലനിൽക്കുന്ന ലോകത്ത് സ്വർണത്തിലുള്ള ഇന്ത്യയുടെ പരമ്പരാഗത വിശ്വാസം ഒരു സുരക്ഷിത നിക്ഷേപമായി തുടരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നുമാണ് ഇന്ത്യ. വർഷം തോറും വൻതോതിൽ സ്വർണം രാജ്യം ഇറക്കുമതി ചെയ്യുന്നു. ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും ആഭരണങ്ങളായി വീടുകളിലും ക്ഷേത്രങ്ങളിലും എത്തുന്നു. വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വീടുകളിലും ക്ഷേത്രങ്ങളിലുമായി ഏകദേശം 25,000 ടൺ സ്വർണം ശേഖരമായുണ്ട്. ഇത് ലോകത്തിലെ സ്വകാര്യ സ്വർണ്ണ ശേഖരത്തിന്റെ 14% വരും. ഇതിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണ ശേഖര രാജ്യമായും മാറുന്നു. 2026-ലെ ഇന്ത്യയുടെ പ്രതീക്ഷിത ജിഡിപിയുടെ 56% വരും 25,000 ടൺ സ്വർണത്തിന്റെ വിപണി മൂല്യം. ഇത് മറ്റു രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ അതിശയിപ്പിക്കുന്നതുമാണ്. ഉദാഹരണത്തിന്, IMFന്റെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ മൊത്തം GDP $411 ബില്യൺ മാത്രമാണ്. അതായത് ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണ ശേഖരം പാകിസ്ഥാന്റെ ജിഡിപിയുടെ 6 ഇരട്ടി മൂല്യമുള്ളതാണ്. ഇറ്റലി $2.4 ട്രില്യൺ, കാനഡ $2.33 ട്രില്യൺ തുടങ്ങിയ വികസിത രാജ്യങ്ങളുടെ ജിഡിപിയേക്കാൾ പോലും ഈ സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം കൂടുതലാണ്. 2020 മുതൽ സ്വർണ്ണവില ഇരട്ടിയായത് ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വൻ സ്വർണ്ണ ശേഖരമുണ്ടായിരുന്നിട്ടും ഈ സമ്പത്ത് സാമ്പത്തികമായി മുതലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരിമിതമാണ് എന്നതാണ് ശ്രദ്ധേയം. വീടുകളിലെ സ്വർണത്തിന്റെ 2%-ൽ താഴെ മാത്രമാണ് വായ്പകൾക്ക് ജാമ്യമായി ഉപയോഗിക്കുന്നത്. ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ചോള തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ്ണ പിന്തുണയുള്ള വായ്പകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ആഭരണങ്ങളോടുള്ള വൈകാരിക ബന്ധവും സാംസ്കാരിക മൂല്യങ്ങളും ഇത്തരം പദ്ധതികളുടെ വിജയത്തെ പരിമിതപ്പെടുത്തുന്നു. ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം, GMS, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, SGBS എന്നിവയിലേക്കുള്ള നിക്ഷേപം പ്രതീക്ഷിച്ച തോതിൽ വർദ്ധിച്ചിട്ടില്ല. ഉയർന്ന സ്വർണ്ണവിലയും സർക്കാരിന്റെ വർദ്ധിച്ച ബാധ്യതകളും കാരണം സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ നിർത്തലാക്കുകയും ചെയ്തു. 2026-ഓടെ വ്യാപാര പിരിമുറുക്കങ്ങൾ, പണപ്പെരുപ്പം, ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ എന്നിവ കാരണം സ്വർണ്ണവില ഔൺസിന് $3,500 UBS പ്രവചിക്കുന്നു. 2025-ൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരങ്ങളിലെത്തിയെങ്കിലും ഇന്ത്യയിൽ 782 ടൺ സ്വർണത്തിന് ഡിമാൻഡ് നിലനിന്നു. ഇത് മഹാമാരിക്ക് മുമ്പുള്ള ശരാശരിയേക്കാൾ 15% കൂടുതലാണ്. 2024-ന്റെ പകുതിയിൽ കസ്റ്റംസ് ഡ്യൂട്ടി 15%-ൽ നിന്ന് 6%-ലേക്ക് കുറച്ചത് സ്വർണ്ണക്കട്ടികളിലും നാണയങ്ങളിലുമുള്ള നിക്ഷേപം 25% വർദ്ധിപ്പിച്ചു. എന്നിരുന്നാലും 2026-ൽ ഡിമാൻഡ് 725 ടണ്ണിലേക്ക് കുറയുമെന്നും 2027-ഓടെ 800 ടണ്ണായി വീണ്ടെടുക്കുമെന്നും UBS പ്രവചിക്കുന്നു. ഉയർന്ന വിലകൾ കാരണം 2026-ൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി 55 മുതൽ 60 വരെ ബില്യൺ ഡോളറിന്റെ ജിഡിപിയുടെ 1.2% മൂല്യത്തിൽ തുടരും. 2026-നപ്പുറവും സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്കുവഹിക്കും. വില വർധനവ് തുടർന്നാൽ ഇന്ത്യൻ വീടുകളിലെ സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം ജിഡിപിയുടെ കൂടുതൽ ശതമാനമായി മാറിയേക്കാം. എന്നാൽ ഈ സമ്പത്ത് ഉൽപാദനക്ഷമമായ സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുന്നതിന് സർക്കാരിന്റെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും കൂടുതൽ ഫലപ്രദമായ ഇടപെടലുകൾ ആവശ്യമാണ്. സ്വർണത്തിന്റെ സാമ്പത്തിക സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ വൈകാരികവും സാംസ്കാരികവുമായ തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്. ഈ വൻ സ്വർണ്ണശേഖരം ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ ഈ സമ്പത്തിന്റെ യഥാർത്ഥ മൂല്യം സാമ്പത്തിക വളർച്ചയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയ്ക്ക് അതിന്റെ പൂർണ്ണ സാധ്യതകൾ തിരിച്ചറിയാൻ കഴിയൂ.